മരുന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ ഓപ്പറേഷൻ ഡബിൾ ചെക്ക് എന്ന പേരിൽ നടത്തിയ പരിശോധനയെ സ്വാഗതം ചെയ്യുന്നതായി ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ. ജിഎസ്ടിയിലെ പഴുതുകൾ മുതലെടുത്താണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വ്യാജ മരുന്നുകൾ കേരളത്തിലെത്തുന്നത് എന്നും അസോസിയേഷൻ. മരുന്നുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പൊതുജനം ബോധവാന്മാരാകണം. GST നടപ്പിലായതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഗുണനിലവാരമില്ലാത്തതും കാലാവധി കഴിഞ്ഞതുമായ മരുന്നുകൾ കേരളത്തിലെത്തുന്നുണ്ടെന്നും അസോസിയേഷൻ പ്രസിഡന്റ് സി കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അംഗീകൃത മരുന്ന് കമ്പനികളുടെ പേരും ചിഹ്നവും വ്യാജമായി ഉപയോഗിച്ചാണ് വ്യാജമരുന്ന് നിർമ്മാണം. സർക്കാർ അംഗീകരിച്ച ലാഭവിഹിതത്തിൽ കൂടുതൽ ലാഭമെടുക്കുന്നതും അമിത വിലക്കുറവിൽ മരുന്ന് വിൽപ്പന നടത്തുന്ന മരുന്ന് ഷോപ്പുകളിലും തുടരെയുള്ള പരിശോധന ആവശ്യമാണ്. മരുന്നുൽപാദന വിപണന മേഖലകളിലും പരിശോധന സംവിധാനങ്ങളിലും സർക്കാർ ഇടപെടൽ നിരന്തരമുണ്ടാവണം. പാലക്കാട് പിടിച്ചെടുത്ത കേരള മെഡിക്കൽ കോർപ്പറേഷൻ വിതരണം ചെയ്ത മരുന്നുകൾ ഗുണനിലവാരമില്ലാത്തതായിരുന്നു. പൊതുജനം QR കോഡ് പരിശോധിച്ച് മരുന്ന് വാങ്ങിച്ചാൽ ഒരു പരിധിവരെ വഞ്ചനയിൽ നിന്നും ഒഴിവാകാൻ കഴിയും. ഡ്രഗ്സ് കൺട്രോളർ ഇൻസ്പെക്ടർമാരുടെ കുറവും വാഹനമില്ലായ്മയും പരിശോധനയെ ബാധിക്കുന്നുണ്ടെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഈ അമിതമായിട്ടുള്ള ഒരു വിലക്കുറവ് പ്രദർശിപ്പിച്ചിട്ടുള്ള ഡിസ്കൗണ്ട് ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ പരിശോധന കാര്യമായിട്ട് നടക്കുന്നില്ല. ഡ്രഗ് ഡിപ്പാർട്ട്മെന്റ് പരിശോധന കാര്യമായിട്ട് നടക്കുന്നില്ല. സത്യത്തിൽ ഈ ഒരു GST വന്നതിന് ശേഷം പരിശോധന ഏറ്റവും കൂടുതൽ നടത്തേണ്ടത് അത്തരം സ്ഥാപനങ്ങളിലാണ്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിൽ ധാരാളം പരിശോധന അല്ലെങ്കിൽ കൃത്യമായ പരിശോധന നടത്തണം എന്ന് ഡ്രഗ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെടാൻ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടന അതായത് AKCDA അതിൻ്റെ മെമ്പർമാരായിട്ടുള്ള പാലക്കാട് ജില്ലയിലെ 800ഓളം ആളുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സാധാരണഗതിയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 3 ടയർ സംവിധാനമാണ്. നമ്മൾ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാരി ആൻഡ് ഫോർവേഡ് ഏജൻസി CF അതിൽ നിന്നും പാലക്കാട് ജില്ലയിലെ അംഗീകൃത ഡിസ്ട്രിബ്യൂട്ടർമാർ അവരിൽ നിന്നാണ് നമ്മൾ മരുന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലെ നമ്മൾ ഈ മെമ്പർമാരായിട്ടുള്ള ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഗുണനിലവാരമുള്ള മരുന്നുകളാണെന്ന് ഞങ്ങൾക്ക് പാലക്കാട് ജില്ലയിലെ ജനങ്ങളോട് ഉറപ്പ് നൽകാൻ കഴിയും. സെക്രട്ടറി AK പ്രദീപ്, സംസ്ഥാന കമ്മിറ്റി അംഗം ദിലീപ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം മോഹൻദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.